ഇടക്കാല ഉത്തരവിന്റെ പൂർണ്ണമായ രൂപം ലഭ്യമായതിനു ശേഷമേ നമുക്ക് പൂർണ്ണ വിലയിരുത്തൽ നടത്താൻ പറ്റുള്ളൂ എങ്കിലും ആശ്വാസകരമാണ് വിധി എന്ന് പറയേണ്ടി വരും. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കാൻ അവർക്ക് കഴിയാതെ വന്നിരിക്കുന്നു. കാരണം ഭാഗികമായ സ്റ്റേ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമായി സംഘടനകൾ ഉന്നയിച്ച ആശങ്കകൾ കോടതി പരിഗണിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വളരെയധികം ഇന്ത്യയുടെ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷത്തിന്റെ അവകാശത്തെയും ഹനിക്കുന്ന തരത്തിലായിരുന്നു ചില വകുപ്പുകൾ ഇതിൽ കൂട്ടിച്ചേർത്ത്. പ്രത്യേകിച്ച് അമുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പാടില്ല, മുസ്ലിം ആയാൽ പ്രത്യേകമായാൽ 5 വർഷം കഴിഞ്ഞ് വഖഫ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നിരന്തരമായി വഖഫായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊന്നും വഖഫാകാൻ സാധ്യതയില്ലാത്ത വിധമുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും അതോടൊപ്പം ഒരു വഖഫ് ഭൂമി ആര് കേസ് കൊടുത്താലും ശരി അത് വഖഫ് ഭൂമി ആ നിമിഷം മുതൽ അല്ലാതാവുകയും പിന്നീട് കേസിന്റെ അന്തിമ വിധി വന്നതിന് ശേഷമേ അത് വഖഫായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നിത്യാദി ഒരുപാട് കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്ന് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെയും ഉദാഹരണമായി പള്ളി അതുപോലെ തന്നെ പള്ളിയോടനുബന്ധിച്ചുള്ള മക്ബറകൾ മുതലായവയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലായിരുന്നു ഈ നിയമം ഗവൺമെന്റ് ചുട്ടെടുത്തത്. പൂർണ്ണമായൊരു ചർച്ചയ്ക്ക് അനുവദിക്കാതെ നമ്മുടെ പാർലമെന്റിൽ അടുത്ത കാലത്ത് നടക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് ഗവൺമെന്റ് താല്പര്യത്തിനനുസരിച്ചുകൊണ്ടൊരു നിയമം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്തതും ഇപ്പോൾ ആശ്വാസകരമായ ഒരു ഭാഗികമായ സ്റ്റേയെങ്കിലും കിട്ടിയിരിക്കുന്നതും. ആ വിധിയുടെ പൂർണ്ണമായ രൂപം പഠിച്ചതിന് ശേഷമേ നമുക്ക് എത്രത്തോളം ഇതിൽ ആശ്വാസമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എങ്കിലും ആശ്വാസകരമാണ് എന്ന് ഒറ്റയടിക്ക് പറയേണ്ടി വരും. കാരണം കോടതി ഇതിൽ ഇടപെട്ട് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുവാനുള്ള പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷത്തിന്റെ അവകാശത്തിന്മേൽ കൈവെക്കുന്ന നിയമത്തെ അപ്പടി നടപ്പാക്കാൻ ഗവൺമെന്റിന് അവസരം കൊടുക്കാതെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു തിരിച്ചടിയായി നൽകിയത് എന്തുകൊണ്ടും ആശ്വാസകരം തന്നെയാണ്.